കൊല്ലം കുളത്തുപുഴ ഓയിൽ പാം എസ്റ്റേറ്റിൽ ഇന്നലെ വൈകിട്ടാണ് തീ പിടിച്ചത്. ആ തീപിടുത്തം നമ്മൾ തത്സമയം കണ്ടതുമാണ്. ആ തീ ഇപ്പോൾ സമീപത്തെ കൃഷിയിടത്തിലേക്ക് പടർന്നിട്ടുണ്ട്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശക്തമായ കാറ്റാണ് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാൻ കാരണം. കൂടുതൽ മേഖലകളിലേക്ക് തീ എത്തുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുമുണ്ട്. ദിലീപ് ദേവസ്യ എത്തുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. നേരത്തോട് നേരമായിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഈ സമയം മുതൽ തീ ആളുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പരിസരത്തുള്ള കൃഷിയിടങ്ങളിലൊക്കെയാണോ തീ പടരുന്നത്? തീ 24 മണിക്കൂർ പിന്നിട്ട് കൃഷിയിടങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാരണം ആ തീ ഇന്നലെ മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ ഏകദേശം 100 ഹെക്ടറിലധികം തീ കത്തിപ്പൊഴുന്നിട്ടും ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ ഈ ഫയർഫോഴ്സിനോ മറ്റ് ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ തീയടച്ച്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടഞ്ചിറയിലെ ഒരു റബ്ബർ തോട്ടത്തിലാണ്. ഇവിടെ അല്പം മുമ്പ് നമ്മൾ നേരത്തെ തന്നെ കാണിച്ചതാണ്. ഇവിടേക്ക് തീ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനോട് പറഞ്ഞു ഇവിടേക്ക് തീ എത്തും, അതിനു മുമ്പ് തീ അണയ്ക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്കടക്കം തീ എത്തുന്നതാണ്, വലിയ തോതിൽ അത് അപകടമുണ്ടാക്കും, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണങ്ങൾ ജനങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ എത്ര സ്ഥലങ്ങൾ തീ പിടിച്ചു കാണപ്പെടുന്നു? ഇത് ജ്യേഷ്ഠൻ്റെ സ്ഥലമാണ്. ഇതൊരു 500 മരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ്ട് കാണാമല്ലോ തീ പിടിച്ച് കിടക്കുന്നത്. പിന്നെ അടുത്തത് ഇത് ഞാനാണ്. ഇത് എണ്ണപ്പനക്കാരെ പേടിച്ചിട്ട് തീ വീഴുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാർഡ് എടുത്തതുകൊണ്ട് ഇത്രയും ചലയം വന്നില്ല. എന്നാൽ ഈ മരത്തിൻ്റെ ഇലയൊന്നും അവർ വെട്ടാറില്ല, ഉണങ്ങി കിടക്കുന്ന. അതിനകത്ത് തീ പിടിച്ച് ചേട്ടൻ കണ്ടല്ലേ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പറഞ്ഞിട്ട് അവർക്കൊരു ഉത്തരവാദിത്വമല്ല. ഇത് അതിനെ ചേർന്നോട് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇതുപോലെ തീ ഇങ്ങനെ ഉണ്ടോ? ജനവാസ മേഖല തന്നെയാണോ? അത് നല്ല ജനവാസ മേഖലയാണ്. ഇതുപോലെ ഇതിന് വേലിക്ക് അടുത്ത് തന്നെ എണ്ണപ്പനയ്ക്ക് അടുത്ത് താമസിക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് അവിടെ. ഇന്നലെ തീ പിടിച്ച സമയത്ത് നിങ്ങൾ ഈ അധികൃതരുടെ അടുത്ത് പറഞ്ഞിരുന്നോ? ഈ ഓയിൽ ഫാം ലിമിറ്റഡിൻ്റെ മാനേജറുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നോ? വിളിച്ച് പറഞ്ഞായിരുന്നു. വേറെ ആൾക്കാർ മെമ്പർ വിളിച്ച് പറഞ്ഞായിരുന്നു. ആൾക്കാർ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും നടപടി ഉണ്ടായില്ല. ഈ സൈഡിലെ ബോർഡറെങ്കിലും ഒന്ന് തെളിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. വർഷം ഇത്തരത്തിൽ തീ പിടിക്കുന്നതാണോ? കഴിഞ്ഞ വർഷം തീ പിടിച്ചായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ തമ്മിൽ ഈ കാരണം കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ തീ പിടിച്ച് 16,000 തയ്യൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴേ തീ വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ് അതിർത്തിയെങ്കിലും ഒന്ന് തെളിച്ചു തരാൻ വേണ്ടി ഐസന്മാരുടെ പറഞ്ഞായിരുന്നു. ഈ ഉണങ്ങിയ ഓലയൊന്ന് വെട്ടിത്തരാൻ പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, പക്ഷെ പുള്ളി വെട്ടി തന്നില്ല. ഇവർ പറയുന്നത് ഇത്തരത്തിൽ കാട് വെട്ടുക അല്ലെങ്കിൽ പനയുടെ ഓല ഇത്തരത്തിൽ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിലത്തിട്ട് പോകുന്ന പതിവാണുള്ളത്. അതാണ് വലിയ തോതിൽ ഈ തീ പിടിക്കാനുള്ള കാരണമെന്ന് പറയുന്നു. അത് കൃത്യമായി എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികളോ ഇവർ സ്വീകരിച്ചിട്ടില്ല. അത് വലിയ തോതിൽ ജനങ്ങളിലേക്ക് ബാധിച്ചു. ഇത്രയും നേരം തീ പടരും എന്നുള്ളതും മുൻകൂട്ടി കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ നമ്മൾ തത്സമയ പ്രതികരണങ്ങളൊക്കെ തേടുമ്പോൾ തീ പടർന്നു വന്നത് നമുക്ക് നിർത്താൻ സാധിച്ചിട്ടുണ്ട്, കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാതിരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത്. അതുകൂടി ഒന്ന് അന്വേഷിക്കൂ ദിലീപ് ദേവസ്യ. കാരണം ജനവാസ മേഖലയിൽ അവരുടെ കൃഷിയിടങ്ങളിലേക്കൊക്കെ തീ പടരുന്നത് വലിയ നാശനഷ്ടമാണ് അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്കുണ്ടാക്കുക. അതിനായി കൂടുതൽ ഫയർഫോഴ്സിനെ അടക്കം വിന്യസിക്കുന്നുണ്ടോ എന്നതും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.